തൃത്താലയിൽ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല മേഖലയിൽ മാത്രം 200ഓളം പ്രാദേശിക ഉത്സവങ്ങളാണ് വർഷം തോറും നടക്കുന്നത്. ഓരോ ഉത്സവത്തിനും ചുരുങ്ങിയത് 5 ആനകൾ പങ്കെടുക്കുന്നുണ്ട്. 40ഓളം ഉത്സവങ്ങളിലാവട്ടെ 5ലേറെ ആനകൾ അണിനിരക്കാറുണ്ട്. ഉത്സവങ്ങളിൽ 5ലധികം ആനകളെ എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷാ ക്രമീകരണത്തിന് എലിഫന്റ് സ്ക്വാഡിന്റെ സേവനം നിർബന്ധമാണ്. ആഘോഷ കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം പരിശീലനം നേടിയ വളണ്ടിയർമാരെ സംഘടിപ്പിച്ച് സ്ക്വാഡ് രൂപീകരിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിലാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഉത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി തൃത്താലയിൽ എലിഫന്റ് സ്ക്വാഡ് രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആനപ്പേടി കൂടാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഉത്സവം കാണുന്നതിനും ആനകളെയും ആളുകളെയും വസ്തുവകകളെയും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തിക്കുക. സ്ക്വാഡിനൊപ്പം പ്രാഥമിക ചികിത്സാ സൗകര്യവും ആംബുലൻസ് ഉൾപ്പെടെ 2 വാഹനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലും പുറത്തും സ്ക്വാഡിന്റെ സേവനം ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അത്യാവശ്യ സേവനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. മദപ്പാടിളകിയ ആനകളെ പിടിച്ചുകെട്ടുന്നതിൽ പരിചയസമ്പന്നരായ 16 വളണ്ടിയർമാരടങ്ങുന്ന സംഘത്തിന്റെ ലീഡർ ആറന്മുള മോഹൻദാസും ചെയർമാൻ ജയൻ കൂറ്റനാടുമാണ്. മുഖ്യ രക്ഷാധികാരി ജയൻ കൂറ്റനാട്, പ്രസിഡന്റ് TV മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് തമ്പി കൊള്ളന്നൂർ, ജനറൽ സെക്രട്ടറി അജി വലിയറ, ജോയിന്റ് സെക്രട്ടറി PP രതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനയെഴുന്നള്ളിപ്പിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടാവുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ആനയെഴുന്നള്ളിപ്പ് സാധ്യമാവാത്ത രീതി വന്നു ചേരുന്ന സാഹചര്യത്തിൽ തൃത്താലയിലെ മുഴുവൻ പൂരാഘോഷ കമ്മിറ്റികളെ വിളിച്ചു ചേർത്തുകൊണ്ട് തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കേരള സംസ്ഥാനത്തുള്ള കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് കമ്മിറ്റി രൂപീകരിച്ചതും പ്രവർത്തിച്ചതും. അതിന്റെ പ്രവർത്തനം ഏറെക്കുറെ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞു. എല്ലാ പൂരങ്ങളിലെ പ്രതിസന്ധികളിലും ഇടപെടാൻ അവർക്ക് കമ്മിറ്റികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ പൂരങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പൂരങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു എലിഫന്റ് സ്ക്വാഡ് ഇതിന്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കീഴിലുള്ള തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കീഴിലുള്ള തൃത്താല മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ എലിഫന്റ് സ്ക്വാഡിന് ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി വത്സൻ ചെമ്പക്കരുടെയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും മുഴുവൻ അനുവാദവും കിട്ടിയിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഈ രീതിയിൽ നല്ല രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി എല്ലാ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളും ഈ കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. എല്ലാ പ്രാദേശിക പൂരാഘോഷങ്ങൾക്കും ഈ എലിഫന്റ് സ്ക്വാഡിന്റെ സേവനം ലഭ്യമാണ്. കഴിഞ്ഞ അടുത്ത് 2016 കുന്നംകുളം കേന്ദ്രീകരിച്ച് ഒരു എലിഫന്റ് സ്ക്വാഡ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും, ഒരു എലിഫന്റ് സ്ക്വാഡ് രൂപീകരിക്കുകയും ചെയ്തു. ഈ എലിഫന്റ് സ്ക്വാഡിന് കാര്യമായ നേതൃത്വം കൊടുത്തത് ജയൻ കൂറ്റാണ്. അദ്ദേഹത്തിന് ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വൈദഗ്ധ്യവും പ്രാഗൽഭ്യവും കൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള എലിഫന്റ് സ്ക്വാഡ് രൂപീകരിച്ചു. ആ എലിഫന്റ് സ്ക്വാഡാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉടനീളം നടന്നിട്ട് കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയായിരിക്കുന്നു, 2 ആംബുലൻസ് ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് മുഴുവൻ കാര്യങ്ങൾ എത്തില്ല എന്ന് തോന്നലിന്റെ ഭാഗമായി തൃത്താല കേന്ദ്രീകരിച്ച് തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കീഴിൽ ഒരു എലിഫന്റ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിന് മൃഗ ഡോക്ടർമാരുടെ സേവനമുണ്ട്, ഫോറസ്റ്റുകാരുടെ എല്ലാവിധ സഹായ സഹകരണമുണ്ട്. അത്തരത്തിലൊരു രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അറിയിപ്പായിട്ടാണ് ഈ പ്രസ് ക്ലബ്ബ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ എലിഫന്റ് സ്ക്വാഡ് രൂപീകരണമൊക്കെയായിട്ട് നമ്മുടെ പ്രസിഡന്റ് മൂതം ബാഷ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 2016 കുന്നംകുളം മേഖലാ കമ്മിറ്റി രൂപീകരിക്കാൻ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വത്സൻ ചെമ്പക്കരയും ജയൻ കൂറ്റനാടും അടങ്ങുന്ന ടീമാണ് അവിടെ അന്ന് തുടങ്ങിയത്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2024 തൃത്താല കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയുടെ തൃത്താല കേന്ദ്രീകരിച്ച് തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം നടന്നു. 200ഓളം ഉത്സവങ്ങൾ ഇവിടെ പള്ളി പെരുന്നാള്, നേർച്ച, അതുപോലെ പൂരങ്ങൾ, ഇതൊക്കെ 10-200 ഉത്സവങ്ങൾ ഇവിടെ മൊത്തം തൃത്താലയിൽ നടക്കുന്നുണ്ട്. ഒപ്പം പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല അതിർത്തി പ്രദേശങ്ങളും നടക്കുന്നുണ്ട്. അതിനെല്ലാം തൃത്താല ബേസ് ചെയ്തിട്ടുള്ള ഒരു എലിഫന്റ് സ്ക്വാഡ് വേണമെന്ന് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ തീരുമാനത്തിൽ ഒന്ന് അതായിരുന്നു. അത് പ്രാവർത്തികമായി. ആ ശ്രമങ്ങൾക്ക് തുടർന്നത് അത് പൂർത്തീകരിച്ചു.
ഇപ്പോൾ ഇതിൽ അറിയിപ്പായിട്ടാണ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവങ്ങൾക്ക് 5 ആനകൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ജയനുണ്ട്, ആനയുടെ നിയമങ്ങളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും. എന്നാലും പറയുകയാണ്, ജയന്റെ 40-40 വർഷത്തെ ആന ബിസിനസ്, ആന ഓണർ, ബിസിനസ് കോൺട്രാക്ടർ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം എലിഫന്റ് സ്ക്വാഡ് വേണം എന്നുള്ള നിർബന്ധം സർക്കാരിന്റെ നിയമമാണ്. 5 ആനകൾ ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എലിഫന്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലും തൃത്താല മേഖലയുടെ കീഴിലാണ് നമ്മൾ ഈ എലിഫന്റ് സ്ക്വാഡ്, പുതിയ എലിഫന്റ് സ്ക്വാഡ് രൂപീകരിക്കുന്നത്. തൃത്താല മേഖലയിൽ 200 താഴെകളെ പൂരങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇത് ആദ്യമായി ഒരു എലിഫന്റ് സ്ക്വാഡ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ ആദ്യമായി എലിഫന്റ് സ്ക്വാഡ് വന്നത് 2016 കുന്നംകുളം മേഖലാ കമ്മിറ്റിയിലാണ്. അന്ന് എൻ്റെ ഒരു ആശയപ്രകാരമാണ് ഈ കുന്നംകുളം മേഖലയിൽ ഈ പുതുതായി ഒരു ആംബുലൻസ് മേടിക്കുകയും 20ഓളം പണിക്കാരെ വെച്ച് ഒരു സ്ക്വാഡ് രൂപീകരിക്കുകയും ചെയ്തത്. ഇന്നത് നല്ല നിലയിൽ 10-30 പണിക്കാരും ഉണ്ട്, 2 ആംബുലൻസും ഉണ്ട്, മിതമായ സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയും ആ സംഘടനയ്ക്കുണ്ട്. ആ സ്ക്വാഡിനെയാണ് നമ്മൾ ഇന്ന് പാലക്കാട്, മലപ്പുറം ജില്ലകളെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്. നമ്മുടെ മേഖലയിൽ തന്നെ ഒരു 200ഓളം പൂരങ്ങളുണ്ട്. പക്ഷേ സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം 5 കൂടുതൽ ആനകളുള്ള ഒരു പൂരത്തിന് എലിഫന്റ് സ്ക്വാഡ് നിർബന്ധമാണ്. ഇൻഷുറൻസും വേണം. 25 ലക്ഷത്തിൽ കുറയാത്ത രൂപയുടെ ഇൻഷുറൻസ് ഇന്ന് ആ ഒരു പൂര കമ്മിറ്റി എടുക്കണമെന്ന് നിർബന്ധമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓടിയെത്താത്തത് കൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഈ ഹൈക്കോടതി നിയമം 3 അടി വിട്ടു നിൽക്കണം, ഒരു ആനയുടെ തമ്മിൽ പരസ്പരം ദൂരം 3 അടി വേണമെന്നും മുന്നിലേക്ക് 10 അടി വേണമെന്നുള്ള നിയമത്തിനെതിരെ നമ്മൾ സമരമായി മുന്നിട്ടിട്ടാണ് ഈ തൃത്താല മേഖലയിൽ ഈ ഒരു സംഘടന രൂപീകരിക്കാൻ ഡിസംബറിൽ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 200 താഴെ പൂരങ്ങളിൽ ചെറിയതായിട്ട് അതിൽ ഒരു 40ഓളം പൂരങ്ങളിൽ 5 ആനിൽ കൂടി കഴിക്കുന്ന മേഖലയാണ് നമ്മുടെ തൃത്താല മേഖല. അപ്പൊ അന്ന് ഉള്ളൊരു ആശയമായിരുന്നു ഇവിടെയും ഒരു എലിഫന്റ് സ്ക്വാഡ് വേണമെന്ന്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച് ഫോറസ്റ്റിന്റെയും കൂടി അനുമതിയോടെ നമ്മൾ ഈ കൊല്ലം ഒരു പുതിയ എലിഫന്റ് സ്ക്വാഡ് തുടങ്ങാൻ കഴിഞ്ഞു. അതിപ്പോ അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനമാണ് ഇത്. ഇപ്പൊ 2 സ്ക്വാഡ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഒന്ന് പാലാ പുലിയന്നൂരും ഒന്ന് ആലത്തറയും നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോ ഈ സെപ്റ്റംബർ മുതൽ ഇനിയും പരിപാടികളുണ്ട്. 20ഓളം സ്റ്റാഫ് ഇതിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും എല്ലാം ചെയ്യണം പുതിയ കമ്മിറ്റിയായിട്ട്. ഈ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറാണ്. സെക്രട്ടറി വത്സചമ്പക്കരയാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടറി പുത്തൂർ പ്രകാശൻ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ പാലക്കാട് മേഖല ഈ സ്ക്വാഡ് ഇവിടെ തൃത്താല മേഖലയിൽ രൂപീകരിക്കാൻ നമുക്ക് അനുമതി കിട്ടിയിരിക്കുന്നത്. ഫോറസ്റ്റിന്റെയും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും അനുമതി നമ്മൾ അപേക്ഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നടക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് അപേക്ഷിക്കുന്നു. കമ്മിറ്റിയുടെ രൂപീകരിച്ചിട്ട് 1 വർഷമായി. കഴിഞ്ഞ ഉത്സവകാലത്താണ് ഇത് രൂപീകരിച്ചത്. ഈ 1 വർഷം കഴിഞ്ഞു. 2ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു എലിഫന്റ് സ്ക്വാഡ് പാലക്കാട് ജില്ലയിൽ രൂപീകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ഉത്സവങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആന ഇടയുന്നതാണ് ഏറ്റവും വലിയൊരു ജനങ്ങൾക്ക് ഭീതിയുള്ളൊരു കാര്യം. അതിന് ഏറ്റവും ഇപ്പോഴത്തെ ഒരു മാർഗനിർദ്ദേശപ്രകാരം, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എലിഫന്റ് സ്ക്വാഡ് അനിവാര്യമാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓരോ ഉത്സവങ്ങളും കൈകാര്യം ചെയ്യുന്നതും. അതിൽ വളരെ എക്സ്പീരിയൻസ് ആയുള്ള ആളുകളാണ് ഇപ്പോൾ രൂപീകരിച്ച ജയേട്ടൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ എലിഫന്റ് സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ തിരഞ്ഞെടുത്ത ആളുകളൊക്കെ പരിചയസമ്പന്നരായുള്ള ആളുകളാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ജയേട്ടൻ പറഞ്ഞു, ആംബുലൻസ് മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ നാട്ടിലെ ഉത്സവങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ പാലക്കാട് ജില്ലാ തൃത്താല മേഖലാ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ എലിഫന്റ് സ്ക്വാഡ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് എല്ലാവരെയും അറിയിപ്പിക്കാനുള്ളത്. ആറന്മുള മോഹൻദാസ് പറഞ്ഞ ഗുരുവായൂരിൽ നിന്ന് റിട്ടയർഡ് ചെയ്തൊരു ആനപ്പാപ്പാനാണ് ഈ സ്ക്വാഡിന്റെ പ്രവർത്തനം ആദ്യമായി തുടങ്ങി. സ്ക്വാഡിന്റെ പ്രവർത്തനം അദ്ദേഹം ഒറ്റയ്ക്കായിട്ട് പോയിട്ടാണ് ഈ ആനകളെ ക്യാപ്ചർ പറഞ്ഞ സ്ഥാനത്ത്. ഇപ്പൊ ക്യാപ്ചർ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, മുള്ളുള്ള ക്യാപ്ചർ ഉപയോഗിക്കാൻ പറ്റില്ല. കുടുക്കിട്ട് പിടിക്കലും ആറന്മുള മോഹൻദാസ് ഏട്ടനാണ് ചെയ്തിരുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ഈ തൃത്താല മേഖലാ കമ്മിറ്റിയിലെ പ്രധാന സ്ക്വാഡ് ലീഡർ. ഇപ്പോൾ അതാണ് ഈ സ്ക്വാഡിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ കുന്നോളം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന 12ഓളം സ്ക്വാഡ് പിള്ളേര് ഇതിലുണ്ട്. ഇപ്പോൾ അതിൽ പഴയ ആനക്കാരുണ്ട്, പിന്നെ ഒരു 15-10 കൊല്ലത്തോളം പഴക്കമുള്ള സ്റ്റാഫുകളുണ്ട് അതിൽ.
പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.